ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 17/10/1987. മുരളി ഡേറ്റാണ് 23/1/2021. മുരളി ടോപ്പിക്കാണ് ബ്രാഹ്മൺ ജീവൻ കാ ശൃംഗാർ പവിത്രത. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശൃംഗാരമാണ് പവിത്രത. ആജ് ബാബ് ദാദാ अपने विश्व के चारों ओर के विशेष होवनहार पूज्य बच्चों को देख रहे हैं. ഇന്ന് ബാബ് ദാദ വിശ്വത്തിൽ 4 ഭാഗത്തിലുള്ള തൻ്റെ ബഹുമാനപ്പെട്ട പൂജ്യ കുട്ടികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാരേ വിശ്വ में से कितने तोड़े अमूल्य रत्न पूजनीय बने हैं. മുഴുവൻ വിശ്വത്തിൽ വെച്ച് നോക്കുമ്പോൾ എത്ര ചുരുക്കം അമൂല്യ രത്നങ്ങളാണ് പൂജനീയരായി മാറിയിരിക്കുന്നത്. പൂജനീയ ആത്മായെ ഹി വിശ്വ കെ ലിയെ വിശേഷ ജഹാൻ കെ നൂർ ബൻ ജാത്തെ. പൂജനീയരായിരിക്കുന്ന ആത്മാക്കളാണ് വിശേഷമായും ലോകത്തിൻ്റെ കൺമണികളായി മാറുക. ജൈസെ ഈ ശരീർ में नूर नहीं तो जहान नहीं, ऐसे विश्व के अंदर पूजनीय जहान के नूर आप श्रेष्ठ आत्माएं नहीं तो विश्व का भी महत्व नहीं. ഏതുപോലെ ഈ ശരീരത്തിൽ കണ്ണ് അഥവാ കൃഷ്ണമണി ഇല്ല എങ്കിൽ ലോകം തന്നെ ഇല്ല എന്നർത്ഥമാണ്. അതുപോലെ വിശ്വത്തിൻ്റെ ഉള്ളിൽ പൂജനീയ ലോകത്തിൻ്റെ കൺമണികളായിരിക്കുന്ന നിങ്ങൾ വിശേഷ ആത്മാക്കളില്ല എങ്കിൽ ഈ ലോകത്തിന് യാതൊരു മഹത്വവും ഉണ്ടായിരിക്കുകയില്ല. സ്വർണയുഗ് വ ആദി യുഗ് വ സതോപ്രധാൻ യുഗ് നയാ സംസാർ ആ വിശേഷ ആത്മാവോ സെ ആരംഭോത്ത. സ്വർണിമ യുഗം അതായത് ആദി യുഗം അഥവാ സതോപ്രധാന യുഗം, ആ പുതിയ ലോകത്തിൻ്റെ ആരംഭം തന്നെ നിങ്ങൾ വിശേഷ ആത്മാക്കളിലൂടെയാണ്. നയേ വിശ്വക്കെ ആധാരം മൂറത്ത് പൂജനീയ ആത്മായെ ആപ്പോ. പുതിയ ലോകത്തിൻ്റെ ആധാരമൂർത്തികളും പൂജനീയ ആത്മാക്കളും നിങ്ങളാണ്. തോ ആപ് ആത്മാവോ കാ കിतना महत्व है. ബാബ്ദാദ പറയുകയാണ് എത്രമാത്രം നിങ്ങൾ ആത്മാക്കൾക്ക് മഹത്വമുണ്ട്. ആ പൂജ്യ ആത്മായ സംസ്കാർ കെ ലിയെ നയി റോഷനി ഹോ. പൂജനീയ ആത്മാക്കളായ നിങ്ങൾ ഈ ലോകത്തിന് പുതിയൊരു വെളിച്ചമാണ്, പ്രകാശമാണ്. ആപ്കി ചടത്തി കല വിശ്വക്കോ ശ്രേഷ്ഠ കലാമേ ലാനയ്ക്ക് നിമിത്ത ബന്തി. നിങ്ങൾ കുട്ടികളുടെ കയറുന്ന കല മുഴുവൻ വിശ്വത്തെയും ശ്രേഷ്ഠ കലയിലേക്ക് നയിക്കുവാൻ നിമിത്തമാകുന്നു. ആപ് ഗിർത്തി കലാമേ ആത്തി ഹോ तो संसार की भी गिरती कला होती है. എപ്പോഴാണോ താങ്കൾ ആത്മാക്കളുടെ ഇറങ്ങുന്ന കല വരുന്നത്, അപ്പോൾ ലോകവും അതിൻ്റെ ഇറങ്ങുന്ന കലയിലേക്കാണ് വരുന്നത്. ആ പരിവർത്തൻ ഹോത്തി ഹോ തോ വിശ്വ ഭി പരിവർത്തൻ ഹോത്ത. നിങ്ങൾ കുട്ടികളുടെ പരിവർത്തനം ഉണ്ടാകുമ്പോൾ വിശ്വത്തിൻ്റെയും പരിവർത്തനം നടക്കുന്നു. ഇത്തനെ മഹാൻ और महत्व वाली ആത്മായി ഹോ. ഇത്രയധികം മഹാനും മഹത്വമുള്ള ആത്മാക്കളാണ് താങ്കൾ. ആജ് ബാബ് ദാദ സർവ ബച്ചോं को देख रहे थे. ഇന്ന് ബാബ് ദാദ എല്ലാ കുട്ടികളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രാഹ്മൺ ബന്ന അർത്ഥാത്ത് പൂജ്യ ബന്ന. ബ്രാഹ്മണനാവുക അർത്ഥമാണ് പൂജനീയനാവുക. क्योंकि ब्राह्मण स्व देवता बनते हैं और देवताएं अर्थात पूजनीय. കാരണം ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ ദേവതകളായി മാറുന്നവരാണ്. ദേവത അർത്ഥം പൂജനീയർ. സബീ ദേവതായും പൂജനീയത്തോ ഹെ. ദേവതകൾ എല്ലാവരും തന്നെ പൂജനീയരാണ്. ഫിർ ബി നമ്പർവാർ ജറൂർ ഹെ. എന്നിരുന്നാലും നമ്പർവാറാണ്. കിൻ ദേവതോं की पूजा विधि पूर्वक और निमित्त रूप से होती है. ചില ദേവതകളുടെ പൂജ വളരെ വിധിപൂർവകം അതുപോലെ നിമിത്ത രൂപത്തിൽ നടക്കുന്നു. किन देवताओं की पूजा विधि पूर्वक और नियमित रूप से होती. ചില ദേവതാ ആത്മാക്കളുടെ പൂജ
വിധിപൂർവകവും അതുപോലെ നിയമിത രൂപത്തിലാണ് നടക്കുന്നത്. और किनों की पूजा വിധിപൂർവക് നിയമിത് രൂപ से नहीं होती. എന്നാൽ ചില ദേവതകളുടെ പൂജ വിധിപൂർവകമോ അഥവാ നിയമിത രൂപത്തിലോ നടക്കാറില്ല. കിനോക്കി ഹർ കർമ്മയ്ക്ക് പൂജ ഹോത്തി ഹെ. ചില ദേവതകളുടേത് ഓരോ കർമ്മത്തിൻ്റെയും പൂജ നടക്കും. और കിനോക്കി ഹർ കർമ്മയ്ക്ക് പൂജ നഹി ഹോത്തി. എന്നാൽ ചില ദേവതകൾക്ക് അതിൻ്റെ ഓരോ കർമ്മത്തിൻ്റെ പൂജ നടക്കാറില്ല. കോയിക്ക വിധിപൂർവക് ഹർ റോസ് ശൃംഗാർ ഹോത്തി. ചില ദേവതകൾക്ക് വിധിപൂർണമായി എല്ലാ ദിവസവും അലങ്കാരവും ഉണ്ടാകാറുണ്ട്. और कोई का श्रृंगार रोज नहीं होता. ചില ദേവതകൾക്ക് നിത്യ ശൃംഗാരം അലങ്കാരം നടക്കാറില്ല. ऊपर ऊपर से थोड़ा बहुत सजा लेता लेकिन വിധിപൂർവക് नहीं. ബാബ്ദാദ പറയുകയാണ്, നിത്യവും ചില ദേവതകൾക്ക് മേലെ മേലെ മാത്രം പൂജ അതോ മേലെ മേലെ മാത്രം അലങ്കാരം ചെയ്യാറുണ്ട്. വിധിപൂർവകമായിരിക്കുന്ന അലങ്കാരം നടക്കാറില്ല. കൊയ്ക്ക് ആകെ സാരാ സമയ കീർത്തൻ ഹോത്ത. ചില ദേവതകളുടെ മുമ്പിൽ സദാസമയം കീർത്തനങ്ങളും മഹിമകളും പാടും. കൊയ്ക്ക് ആകെ കബി കബി കീർത്തൻ ഹോത്ത. ചില ദേവതകളുടെ മുമ്പിൽ ചിലപ്പോഴൊക്കെ മാത്രമേ കീർത്തനം പാടാറുള്ളൂ. ഇൻ സബീ കാ കാരൺ ക്യാ ഹെ. ഈ തരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള പൂജാവിധികളും അലങ്കാരങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ത്? ബ്രാഹ്മൺ തോ സബി കെഹലാത്തെ. സംഗമയുഗത്തിലാണെങ്കിലോ എല്ലാവരും സ്വയമിനെ ബ്രാഹ്മണരെന്നല്ലേ അറിയപ്പെടുന്നത്. ജ്ഞാൻ യോഗിക്ക് പടായി ബി സബി കർത്തെ. എല്ലാവരും ജ്ഞാനയോഗത്തിൻ്റെ പഠിപ്പ് വിദ്യ അഭ്യസിക്കുന്നു. ഫിർ ബി ഇത്തന അന്തർ ക്യോ. ബാബ്ദാദ ചോദിക്കുകയാണ്, എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും അധികം വ്യത്യാസം, അന്തരം? ധാരൺ കർണേമേ അന്തർ ഹേ. ബാബ്ദാദ പറയാണ്, ധാരണയുടെ കാര്യത്തിലാണ് അന്തരം കാണപ്പെടുന്നത്. ഫിർ ബി വിശേഷ കൗൺസി ധാരണാവും കെ ആധാർ പർ നമ്പർവാർ ഹോത്തെ ജാനത്തെ ഹോ. എന്നാലും ഏതൊരു വിശേഷ ധാരണയിലാണ് ഇത്രയും വലിയ അന്തരം ഉണ്ടാകുന്നത്, നമ്പർവാറായിത്തീരുന്നത് അറിയാമോ? പൂജനീയ ബന്നെ കാ വിശേഷ ആധാർ പവിത്രത കെ ഊപ്പർ ഹെ. പൂജനീയരാകാനുള്ള വിശേഷ ആധാരമാണ് പവിത്രത. ജിतना സർവ പ്രകാർ കെ പവിത്രത കോ അപ്നാത്തെ ഹെ. എത്രമാത്രം എല്ലാ പ്രകാരത്തിലുള്ള പവിത്രതയെ നമ്മൾ സ്വായത്തമാക്കുന്നു, ധാരണ ചെയ്യുന്നുവോ, ഉത്തനാഹി സർവപ്രകാർക്കെ പൂജനീയ ബന്ധി. അത്ര തന്നെ സർവപ്രകാരത്തിലും നമ്മൾ പൂജനീയരായിത്തീരും. और जो निरंतर विधि पूर्वक आदि अनादि विशेष गुण के रूप से. ആരാണോ നിരന്തരം വിധിപൂർവകം ആദി അനാദി വിശേഷ ഗുണത്തിൻ്റെ രൂപത്തിൽ പവിത്രതാക്കോ സഹജ് അപ്നാത്തെ ഹെ. പവിത്രതയെ തന്നിൽ സഹജമായി എളുപ്പത്തിൽ ധാരണ ചെയ്യുന്നത്, വഹി വിധിപൂർവക് പൂജ്യ ബൻതേ ഹെ. അങ്ങനെയുള്ള ആത്മാക്കളാണ് വിധിപൂർവകം പൂജ്യരായി മാറുന്നത്. അതായത് ഏതാത്മാവാണോ തൻ്റെ ആദി അനാദി വിശേഷ ഗുണമായി പവിത്രതയെ ധാരണ ചെയ്യുന്നത്, അത് ധാരണ ചെയ്യുന്നതിൽ വളരെ എളുപ്പമായി അവർ ഉൾക്കൊള്ളുന്നത്, അങ്ങനെയുള്ള ആത്മാക്കൾക്ക് വിധിപൂർവകമായി പൂജ നടക്കുന്ന അവർ വിധിപൂർവകം പൂജനീയരായി മാറും. സർവപ്രകാർക്കി പവിത്രത ക്യാ ഹെ. ബാബ്ദാദ പറഞ്ഞു തരാണ് എല്ലാ പ്രകാരത്തിലുള്ള പവിത്രത എന്ത്? ജോ ആത്മായെ സഹജ് സ്വത അർ സങ്കൽപ്നെ. ബാബ അതിനെ വിശദീകരിക്കുകയാണ്. ഏതാത്മാക്കളാണോ വളരെ സഹജമായും സ്വാഭാവികമായും ഓരോ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും സർവ അർത്ഥാത്ത്, അതായത് എല്ലാ പ്രകാരത്തിലും അർത്ഥമാണ്. ജ്ഞാനി ഓർ അജ്ഞാനി ആത്മായി. ജ്ഞാനിയാണെങ്കിലും അജ്ഞാനി ആത്മാക്കളാണെങ്കിലും സർവക്കെ സമ്പർക്കമേ, എല്ലാവരുടെ സമ്പർക്കത്തിൽ വരുമ്പോഴും സദാ പവിത്ര വൃത്തി ദൃഷ്ടി വൈബ്രേഷൻസ്, സദാ പവിത്ര വൃത്തി ദൃഷ്ടി വൈബ്രേഷനോടുകൂടി അർത്ഥാത് യഥാർത്ഥ സമ്പർക്ക സംബന്ധ നിഭാത്തെ ഹെ.
യഥാർത്ഥമായിട്ടുള്ള സമ്പർക്കത്തെ പരിപാലിക്കുന്നത് ഇസ്കോ ഹി സർവ പ്രകാർ കി പവിത്രത കേത്തെ. ഇതിനെ തന്നെയാണ് സർവപ്രകാരത്തിലുള്ള പവിത്രത എന്ന് പറയുക. അതായത് നമ്മുടെ ഓരോ സങ്കല്പം, വാക്ക്, കർമ്മം, അതുപോലെ ജ്ഞാനി അജ്ഞാനികളായിരിക്കുന്ന ആത്മാക്കളുടെ സമ്പർക്കത്തിൽ വരുമ്പോഴും ആ പവിത്രത എന്നുള്ളത് സഹജവും സ്വാഭാവികമായി ധാരണ ചെയ്യാൻ പറ്റണം. स्वप्न में भी स्वयं के प्रति या अन्य कोई आत्मा के प्रति सर्व प्रकार की पवित्रता में से कोई कमी ना हो. സ്വപ്നത്തിലാണെങ്കിൽ പോലും സ്വയമിൻ്റെ പ്രതിയോ മറ്റുള്ള ആത്മാക്കളുടെ പ്രതിയാണെങ്കിലും സർവപ്രകാരത്തിലുള്ള പവിത്രതയിൽ അല്പം പോലും കുറവ് ഉണ്ടായിരിക്കരുത്. മാനോ സ്വപ്ന മേ ബി ബ്രഹ്മചര്യ ഖണ്ഡിത് ഹോത്താ ഹൈ. ബാപ്ദാദ പറയണ, നിങ്ങൾ ചിന്തിക്കുക, സ്വപ്നത്തിൽ പോലും ബ്രഹ്മചര്യ വ്രതം ഖണ്ഡിക്കപ്പെടുകയാണെങ്കിൽ കിസി ആത്മാ കെ പ്രതി കിസി ഭി പ്രകാർ കി ഈർഷ്യ വ ആവേശ കെ വശ കർമ്മ ഹോത്താ യാ ബോൽ നിക്കൽത്താ ഹൈ. ഏതെങ്കിലും ആത്മാക്കളുടെ പ്രതി ഏതെങ്കിലും പ്രകാരത്തിൽ അസൂയയ്ക്ക് വശരായോ ആവേശത്തിന് ക്രോധത്തിന് വശരായോ കർമ്മം ഉണ്ടാവുകയാണ്, അഥവാ വാക്കുകൾ ഉണ്ടാവുകയാണ്. ക്രോധയ്ക്ക് അംശരൂപ മേ ബി വ്യവഹാർ ഹോത്ത. ക്രോധത്തിൻ്റെ അംശരൂപത്തിലെങ്കിലും നമ്മളുടെ പെരുമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, അത് പെരുമാറ്റത്തിൽ കാണപ്പെടുകയാണെങ്കിൽ तो इसको भी पवित्रता का खंडन माना जाएगा. ഇതിനെയും കൂടി പവിത്രതയെ ലംഘിച്ചതായി കണക്കാക്കപ്പെടുന്നു. सोचो जब സ്വപ്ന का भी प्रभाव पड़ता है. ഇപ്പം ബാപ്ദാദ പറയണ, ചിന്തിച്ചു നോക്കൂ, സ്വപ്നത്തിൽ പോലും ഇതിൻ്റെ പ്രഭാവം ഉണ്ടാക്കപ്പെടുന്നു എങ്കിൽ तो साकार में किए हुए कर्म का कितना प्रभाव पड़ता. അപ്പോൾ സാകാരത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ചെയ്യപ്പെടുന്ന കർമ്മത്തിൻ്റെ പ്രഭാവം എത്രമാത്രം ഉണ്ടാകും. इसलिए खंडित मूर्ति कभी पूजनीय नहीं होता. അതുകൊണ്ട് തന്നെയാണ് ഭക്തിമാർഗത്തിൽ പോലും വിഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഖണ്ഡിക്കപ്പെട്ടു പോയാൽ, അതായത് മുറിഞ്ഞു പോയ വിഗ്രഹങ്ങളെ ഒരിക്കലും പൂജിക്കപ്പെടുകയില്ല, അതോ പൂജായോഗ്യമായിരിക്കുകയില്ല. ഖണ്ഡിത് മൂർത്തിയ മന്ദിരമേ നഹി രക്തി. മുറിഞ്ഞു പോയ മൂർത്തികൾ ഒരിക്കലും ക്ഷേത്രത്തിൽ വെക്കാറില്ല. ആജ്കൽ കെ മ്യൂസിയം മേ രഹത്തി ഹെ. അതായത് അത്തരത്തിലുള്ള പുരാണ വസ്തുക്കളാകുമ്പോൾ അതായത് മ്യൂസിയമിലാണ് വെക്കാറുള്ളത്. വഹാ ഭക്ത നഹി ജാത്തെ. അവിടെ പോകുന്നവർ ഭക്തരായിരിക്കുകയില്ല. സിർഫ് യഹി ഗായൻ ഹോത്താ കി ബഹുത് പുരാനി മൂർത്തിയാ ഹെ ബസ്. അപ്പം മൂർത്തികൾ അത്തരത്തിൽ മുറിഞ്ഞു പോയവയാണെങ്കിൽ അവയെ മ്യൂസിയമിലാണ് വെക്കാറുള്ളത്. അപ്പം അവിടെ ഒരിക്കലും ഭക്തർ പോകാറില്ല. അവർ പോകുന്നവരുടെ മനസ്സിൽ വരുന്നത് എന്താ, ഇത് വളരെ പഴയ കാലം മൂർത്തിയാണ്, ആ ഒരു ദൃഷ്ടി മാത്രമേ ഉണ്ടാകൂ. ഉനോനെ സ്ഥൂൽ അംഗോ കെ ഖണ്ഡിത് കോ ഖണ്ഡിത് കർ ദിയ. അവിടെ ഭക്തിമാർഗത്തിൽ സ്ഥൂലമായിരിക്കുന്ന മുറിവ്, അഥവാ സ്ഥൂലമായ ആ മൂർത്തി മുറിഞ്ഞു പോയതിനെ മാത്രം, കൈ മുറിഞ്ഞതോ കാല് മുറിഞ്ഞതോ അത്തരത്തിലുള്ള അംഗങ്ങൾ ഛേദിച്ചു പോയത് കൊണ്ട് മാത്രം അതിനെ ഖണ്ഡിക്കപ്പെട്ട മൂർത്തിയായി കാണുന്നു. ലേക്കിൻ വാസ്തവമേ കിസി ഭി പ്രകാർ കി പവിത്രതാ മേ ഖണ്ഡൻ ഹോത്താ ഹെ. പക്ഷെ ബാബ പറയാണ്, എവിടെയെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിൽ പവിത്രതയുടെ കാര്യത്തിൽ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ വോ പൂജ്യ പദസെ ഖണ്ഡിത്തോ ജാത്ത. അവർ ആ ആത്മാക്കൾ പൂജ്യ പദവിയിൽ നിന്നും ലംഘിക്കപ്പെടും, പുറത്താകപ്പെടും. ऐसे चारों प्रकार की पवित्रता विधि पूर्वक है तो पूजा भी विधि पूर्वक होती. ബാപ്ദാദ പറയാണ്, 4 പ്രകാരത്തിലും പവിത്രത വിധിപൂർവകം നമ്മൾ ധാരണ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പൂജ്യനീയ രൂപത്തിലും വിധിപൂർവകത്തിലുള്ള പൂജ നടക്കും. मन वाणी कर्म में संबंध संपर्क आ जाता और स्वप्न में भी पवित्रता, इसको कहते संपूर्ण पवित्रता. മനസ്സിൻ്റെ സങ്കല്പം, വാക്കുകൾ, കർമ്മം, കർമ്മത്തിലും സമ്പന്ന സമ്പർക്കത്തിലും പവിത്രത ഉണ്ടാകണം.
സ്വപ്നത്തിലും പവിത്രത ഉണ്ടാകണം. ഇതിനെയാണ് സമ്പൂർണ്ണ പവിത്രത എന്ന് പറയുക. अच्छा, चारों ओर के परम पूज्य श्रेष्ठ आत्माओं को, നാല് ഭാഗത്തുള്ള പരമപൂജ്യ ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, सर्वसंपूर्ण पवित्रता के लक्ष्य तक पहुँचने वाले तीव्र पुरुषार्थी आत्माओं को, സർവസമ്പൂർണ്ണ പവിത്രതയുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന തീവ്ര പുരുഷാർത്ഥികളായ ആത്മാക്കൾക്ക് सदा हर कर्म में विधि पूर्वक कर्म करने वाले सिद्धि स्वरूप आत्माओं को, സദാ ഓരോ കർമ്മത്തിലും വിധിപൂർവകമായി കർമ്മം ചെയ്യുന്ന സിദ്ധി സ്വരൂപരായ ആത്മാക്കൾക്ക്, सदा हर समय पवित्रता के श्रृंगार में सजी हुई विशेष आत्माओं को, സദാ ഓരോ സമയത്തും പവിത്രതയുടെ അലങ്കാരത്താൽ അലങ്കരിക്കപ്പെട്ട വിശേഷ ആത്മാക്കൾക്ക് ബാപ്ദാദാ കാ സ്നേഹ സമ്പന്ന യാദ് പ്യാർ സ്വീകാർ ഹോ, ബാപ്ദാദയുടെ സ്നേഹസമ്പന്നമായ ഓർമ്മകൾ സ്വീകരിച്ചാലും. വരദാൻ, कर्म द्वारा गुणों का दान करने वाले डबल लाइट फरिश्ता भव, കർമ്മത്തിൽ കൂടി ഗുണങ്ങളെ ദാനം ചെയ്യുന്ന ഡബിൾ ലൈറ്റ് ഫരിസ്തയായി ഭവിക്കൂ. വിശദീകരണം, जो बच्चे कर्मणा द्वारा गुणों का दान करते, ഏതു കുട്ടികളാണോ തൻ്റെ കർമ്മത്തിൽ കൂടി ഗുണങ്ങളുടെ ദാനം ചെയ്യുന്നത്, उनकी चलन और चेहरे दोनों ही फरिश्ते की तरह दिखाई देती, അവരുടെ മുഖത്തിലും നടപ്പിലും ഫരിഷ്ത രൂപം കാണപ്പെടും. वे डबल लाइट अर्थात प्रकाशमय और हल्केपन की अनुभूति करते, അവർ ഡബിൾ ലൈറ്റ് സ്ഥിതിയുടെ അനുഭവം ചെയ്യും. അതായത് പ്രകാശമയമായ സ്ഥിതിയുടെയും ഭാരരഹിതമായ സ്ഥിതിയുടെ അനുഭവം ചെയ്യും. उन्हें कोई भी बोझ महसूस नहीं होता, യാതൊരു പ്രകാരത്തിൻ്റെ ഭാരം അവർക്ക് അനുഭവപ്പെടുകയില്ല. ഹർ കർമ്മമേ മദദ് കി महसूसता होती है, ഓരോ കർമ്മത്തിലും ബാബയുടെ സഹയോഗത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും. ജैसे कोई शक्ति चला रही है, ഒരു ശക്തി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന അനുഭവമാണ് ഉണ്ടാവുക. ഹർ കർമ്മ ദ്വാര മഹാദാനി ബന്നേക്ക് കാരണം, ഓരോ കർമ്മത്തിൽ കൂടിയും മഹാദാനിയാകുന്നതിൻ്റെ കാരണം, ഉനെ സർവ്വക്കെ ആശീർവാദ്, അവർക്ക് സർവരുടെ ആശീർവാദവും, സർവ്വക്കെ വരദാനോ കി പ്രാപ്തിക്ക, സർവരിൽ നിന്നും വരദാനങ്ങളുടെ പ്രാപ്തിയുടെ അനുഭവം ഉണ്ടാകുന്നു. സ്ലോഗൻ, സേവാമേ സഫലതാ കാ സിതാര ബനോ, കംസോർ നഹി, സേവനത്തിൽ സഫലതയുടെ നക്ഷത്രങ്ങളാവുക, അല്ലാതെ ദുർബലപ്പെട്ടു പോകരുത്. അച്ഛ, ഓം ശാന്തി.